ഒരു ഗുണത്തിനും ഇല്ല. ആരെങ്കിലും കണ്ടാൽ തോന്നും ഞാൻ ജോലിക്കാരി, അവൾ കൊച്ചമ്മയാണ്. എന്തൊരു പൊടിയാ! എപ്പോൾ നോക്കിയാലും അവൾക്ക് പനിയും ചുമയും നടുവേദനയൊക്കെയാ. കൊച്ചമ്മയായിട്ട് എൻ്റെ ഒരു ഗതി. രാജമൗലി സാറിൻ്റെ മെസ്സേജോ? ഈശ്വര! പ്രിയപ്പെട്ട സൽപ്പേര് വീട്ടിലെ സുശീലയ്ക്കും തങ്കുവിനും നിങ്ങൾ ബാഹുബലി എന്ന ചിത്രത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. അത് കാരണം ഈ ചിത്രം ചൈനയിലും പ്രദർശിപ്പിക്കാൻ പോകുന്നു. ചൈനയിൽ 5000 തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. എൻ്റെ ദൈവമേ, ഈ സൽപ്പേര് സുശീലകാരന് എത്ര പേരാ രക്ഷപ്പെട്ടത്! എനിക്കത് മതി. കൊച്ചമ്മേ, ബോംബ് ബോംബ്! അയ്യോ, ഇപ്പൊ ഈ പെരെ പൊളിച്ചിട്ട് പോയല്ലോ. ഒന്നാമതാ കഥവ് ചെറുതാ, ഇളകിയിരിക്കുവാ. അതിനെല്ലാം കൂടെ പറിച്ച് ആടി ഇടണം. എന്താണ്? ബോംബ് ഇവിടെ അല്ല, അവിടെ ഇരി. ഇവിടെ അല്ലേ? ഇല്ല, വിദേശ രാജ്യത്താണ് ബോംബ്. ഒരു പരസ്യ ചിത്രത്തിനകത്ത് അഭിനയിച്ചോണ്ടിരിക്കുവാ നമ്മുടെ ജനീലിയ. അതിന്റെ തൊട്ടടുത്തായിരുന്നു ഈ ബോംബ് സ്ഫോടനം ഉണ്ടായത്. ഭാഗ്യത്തിന് ആ കൊച്ചു രക്ഷപ്പെട്ട്. നിനക്ക് ആദ്യമേ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? മനുഷ്യന്റെ നല്ല ജീവൻ പോയി. ഇതിനെ പിടിച്ച് എന്റെ നല്ല ജീവനും പോയി. വേറെ സംഭവം അറിഞ്ഞോ? അരവിന്ദ് സ്വാമി എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അരവിന്ദ് സ്വാമി എനിക്ക് മെസ്സേജ് അയച്ചു. എന്റെ അരവിന്ദ് ഏട്ടൻ നിനക്ക് മെസ്സേജ് ചെയ്തു? ആ, മെസ്സേജ് ചെയ്തു. എന്താ പറഞ്ഞെന്നറിയാമോ? എന്താ? തങ്കു, എനിക്കൊരു വലിയ രഹസ്യം തങ്കുവിനോട് പറയാനുണ്ടെന്നേ. ഞാനങ്ങ് ഞെട്ടിപ്പോയി കൊച്ചമ്മേ. എന്താ കാര്യമെന്ന് അറിയാതെ. എന്ത് രഹസ്യം? ഈ വിക്രമും അരവിന്ദ് സ്വാമി ഒരുമിച്ച് പഠിച്ചവരാന്ന്. ആണോ? ആ, ഒരു കോളേജിലായിരുന്നു. പക്ഷെ ഈ വിക്രമേ അരവിന്ദ് സ്വാമിയെക്കാളും വലിയ സീനിയർ ആയിരുന്നേ. ഇപ്പൊ മനസ്സിലായി. എന്റെ അരവിന്ദേട്ടൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണല്ലോ ഫിലിം ഫീൽഡില്. ഇനിയിപ്പൊ അച്ഛൻ വേഷങ്ങൾ ഒതുങ്ങേണ്ടി വരും എന്നുള്ള വിഷമമായിരിക്കും. വിക്രം അപ്പോഴും നല്ല ചോക്ലേറ്റ് പയ്യനായിട്ട് ചുള്ളനായിട്ട് നിന്ന് പെണ്ണുങ്ങളുടെ കൂടെ നിന്ന് അഭിനയിക്കിച്ച്. എന്റെ അൻസിബ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അയ്യോ, ചില ഗ്ലാമർ ഫോട്ടോസ് ഒക്കെ ഫേസ്ബുക്കിൽ ഇടുന്നത് അത്ര വലിയ തെറ്റാണോ? ആര് പറഞ്ഞു തെറ്റാ? നല്ല പ്രേക്ഷകരുടെ ആവശ്യം അതനുസരിച്ചിട്ടാണ് അൻസിബ അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോ അങ്ങനെ ഫോട്ടോ ഇട്ടിട്ട് അതിനെതിരെ മോശമായി പ്രതികരിച്ചവർക്കെതിരെ അൻസിബ എനിക്കൊരു ഒറ്റ വക്കാലത്ത് എഴുതി ഒപ്പിട്ട് തന്നാൽ മതി. അവരെ ഞാൻ കഴി എണ്ണിക്കും. ഒറ്റ ഒപ്പിന്റെ ആവശ്യം വേണ്ടേ? ഹലോ, എന്ത് കഷ്ടാ നോക്ക, അത് ചാടിപ്പോയല്ലോ. നമസ്കാരം വക്കീലേ, നമസ്കാരം. അൻസിബയ്ക്ക് എന്ത് പറ്റി? അൻസിബയ്ക്ക് ഒന്നും പറ്റിയില്ല, അതല്ലേ എനിക്ക് പറ്റിയത്. അല്ല, അതായത് ഈ അൻസിബ ഹസൻ അറിയാലോ, അവര് കുറച്ച് ഗ്ലാമർ ഫോട്ടോസ് അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് കണ്ട ചില ആളുകൾ കയറി ആ ഫേസ്ബുക്ക് പേജിൽ പൊങ്കാലിട്ടു. പക്ഷെ അവരിപ്പോ പറയുന്നത് അതിനെതിരെ പ്രതികരിക്കേണ്ടെന്നാണ്. അത് കുറ്റബോധം കൊണ്ടായിരിക്കും വക്കീലേ. അതെ, ചെയ്യേണ്ടിയിരുന്നില്ലാന്ന് ഇപ്പൊ ചിലപ്പോ തോന്നുന്നുണ്ടാവും. ഇപ്പൊ സംഭവം എന്താ വെച്ചാലേ, അൻസിബയുടെ പേജിൽ കയറി ആവശ്യമില്ലാത്ത കമന്റുകളൊക്കെ എഴുതിയിട്ട് ഒരു വ്യാജ പ്രൊഫൈലിൽ നിന്നാണ് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഈ ഐഡന്റിറ്റി ഇല്ലാത്ത ആളുകളുടെ ഇത്തരം ചീത്തവിളികൾക്ക് മറുപടി കൊടുക്കണ്ടെന്നാണ് അൻസിബയുടെ ഒരു തീരുമാനം. ഈ അൻസിബയ്ക്ക് അതുപോലുള്ള നടിമാർക്ക് എതിരെ ഇങ്ങനെ പ്രതികരിക്കുന്ന ഈ പ്രേക്ഷകരോട് തങ്കുവിനെ പറയാനുള്ള എന്തുവാന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി ആദ്യം തെളിയിക്കുക. അതിന് പ്രത്യേകിച്ച് വേണ്ട എന്താന്ന് വെച്ചാൽ, ഐഡന്റിറ്റി കാർഡിന്റെ ഒരു കോപ്പി വേണം, പിന്നെ 2 ഫോട്ടോ വേണം, പിന്നെ റേഷൻ കാർഡിന്റെ ഒരു കോപ്പി വേണം. ഈ ഫോട്ടോ എന്ന് വെച്ചാൽ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം, കളർ ഫോട്ടോയും ആയിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ നിങ്ങളുടെ പ്രതികരണങ്ങൾക്ക് അൻസിബയെ പോലുള്ള താരങ്ങൾ തിരിച്ചു പ്രതികരിക്കുകയുള്ളൂ. എടി തങ്കു, നിന്റെ വിവരമില്ലായ്മ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിയിക്കല്ലേ. വക്കീലെന്താ ഇന്ന് കോടതിയിലൊന്നും പോയില്ലേ? മഫായിട്ട് വന്നല്ലോ. മഫനായിട്ട്? മഫനല്ല തങ്കു, മഫ്തി. ഒന്നും തോന്നല്ലേ, അവൾക്ക് ഇച്ചിരി വിവരം കുറവാ. അല്ല, ഞാനിപ്പോ
ഈ മഫ്തിയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് കോടതിയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, കേസൊക്കെ ഉണ്ടാവണ്ടേ. അത് ശരിയാ. ഒരു കേസും ഇല്ലേ? കേസ് ഉണ്ടാവും. വക്കീലിന്റെ മുഖം കണ്ടറിയ എന്തൊക്കെയോ കേസ് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ആ വളയാറൊക്കെ കഴിഞ്ഞിട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ആ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു കേസ് വരാനുള്ള ഒരു സാധ്യത എനിക്ക് കാറ്റിൽ കൂടെ കിട്ടുന്നുണ്ട്. ബോർഡറിൽ നിക്കുവാണോ കേസ്? അല്ലല്ലോ, ആ ഏരിയയിൽ വലിയ കേസിന്റെ ഒന്നും ഹോപ്പില്ല അല്ലേ കൊച്ചമ്മ? ശരിയാട്ടോ. ആര് പറഞ്ഞു? തമിഴ്നാട്ടിൽ നല്ല ഒന്നാം തരം വീട്ടിൽ നടക്കാൻ പോവല്ലേ? ചുമ്മാ വക്കീൽ ഇങ്ങനെ കള്ളം പറയില്ലേ? അവിടെ എല്ലാരും നല്ല സ്നേഹത്തിലാ. ചുമ്മാതല്ല, അവിടുത്തെ സിനിമാ താരങ്ങൾ തമ്മിൽ പുരിഞ്ഞടി നടക്കാൻ പോവാ. ഒന്ന് പോവക്കില്ലേ, അവരൊരമ്മ പെറ്റ മക്കള് പോലെ ജീവിക്കുന്നത്. അമ്മ പെറ്റ മക്കൾ എന്ന് പറയാനായിട്ട് അമ്മ എന്ന് പറയുന്നത് മലയാളത്തിലെ സിനിമാ സംഘടനയല്ലേ? തമിഴ്നാട്ടിലെ സിനിമാ സംഘടനയുടെ പേര് നടികർ സംഘം എന്നാണ്. അവരവിടെ ചേരി തിരിഞ്ഞ് പരസ്പരം അടി, കുത്ത്, തല്ല്, വെട്ട് അതൊക്കെ നടക്കാൻ പോവല്ലേ? അല്ല, അവിടുത്തെ അടി എങ്ങനെയുള്ളതായിരിക്കും കൊച്ചമ്മ? അതിനിപ്പോ വക്കീലിനോട് ചോദിക്കണ്ട, നമുക്ക് ജമാലുവിനോട് ചോദിക്കാം. അങ്ങനെ തമിഴ്നാട്ടിലെ യുദ്ധകളത്തിൽ നിന്ന് ക്യാമറമാൻ സുധീഷ് വെളുത്തേരിയോടൊപ്പം ജമാലു ചേരുന്നു. ജമാലു പറയൂ, എന്താണ് സംഭവങ്ങൾ? തമിഴ് സിനിമയിൽ അടിക്കും വെടിക്കും ഒരു കുറവും ഉണ്ടാകാറില്ല. ഇന്നത് സിനിമയിൽ മാത്രമല്ല, തമിഴ് സിനിമാ സംഘടനകൾ തമ്മിലും ഉണ്ടാകുന്നു എന്നത് ഈ ജമാലു കണ്ടെത്തി. തമിഴ് താര സംഘടനയായ നടികർ സംഘം ചേരി തിരിഞ്ഞ് ആടിവിടിയിലാണ്. വരുന്ന തെരഞ്ഞെടുപ്പാണ് പ്രശ്നം. അതിനിടയിൽ നിലവിലെ പ്രസിഡന്റായ ശരത് കുമാറിനെതിരെ നടൻ വിശാൽ നടത്തുന്ന കള്ള പ്രചരണത്തിനിടെ നടിയും ശരത് കുമാറിന്റെ ഭാര്യയുമായ രാധിക ശരത് കുമാർ രംഗത്തെത്തി. അതോടെ ആടിയുടെയും വെടിയുടെയും ഓടി പൂരമാണ് തമിഴ് സിനിമയിൽ അരങ്ങേറുന്നത്.